ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ഭാഗ്യവചന ധാര ശുശ്രൂഷയിലെ ചിന്തയ്ക്കും ധ്യാനത്തിനുമായി 5-ാം സങ്കീർത്തനം 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങളാണ്. തികച്ചും ഒരു പ്രഭാത പ്രാർത്ഥനയാണ്. കർത്താവേ, പ്രഭാത സമയത്ത് നീ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. പ്രഭാത സമയത്ത് ഞാൻ നിനക്കായി ഒരുങ്ങിയിരിക്കുന്നു. നമ്മുടെ മാതാപിതാക്കളുടെ തീഷ്ണതയേറിയ ഈ പ്രാർത്ഥനയുടെ ഫലമാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ജീവിത സൗഭാഗ്യങ്ങൾ. പ്രഭാത പ്രാർത്ഥന പല ഭവനങ്ങളിലും ഇന്ന് അന്യമായിക്കൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ കുർബാനയിൽ ഉത്ബോധിപ്പിക്കുന്ന ഭയത്തോടും വിറയലോടും കൂടെ സൂക്ഷിക്കണം. 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ ദൈവം വെറുക്കുന്ന 6 കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിക്കുന്നത്. 1, ദുഷ്ടത, അതായത് ഒരു ആത്മീയ മനുഷ്യനുമായി പൊരുത്തപ്പെടാത്ത കാര്യമാണ്. 2, അഹങ്കാരം, സ്വന്തം കഴിവിലും നേട്ടങ്ങളിലും ആശ്രയിച്ച് സ്വയം പ്രശംസിക്കുന്നവർ. 3, നീതികേട്, അന്യായം ചെയ്യുന്നവനും അനീതി പ്രവർത്തിക്കുന്നവനും ദൈവമുൻപാകെ നിൽപ്പാൻ സാധ്യമല്ല. അതാണ് നീതികേട്. 4, ഭോഷ്ക്, വ്യാജം സംസാരിക്കുന്നവർ, പ്രത്യേകിച്ച് സ്വന്തം കുടുംബാംഗങ്ങളോടും ഭോഷ്കും വ്യാജവും സംസാരിക്കുന്നവർ. 5, രക്തപാതകം, വൈരാഗ്യം പുലർത്തി പ്രതികാരം ചെയ്യുന്നവർ. സങ്കീർത്തനം 51:14 പറയുന്നു, ദാവീദ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു, രക്തപാതകത്തിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. 6, ചതി, സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി എന്തും ചെയ്യുന്നവർ. പിശാചിന്റെ ഏറ്റവും വലിയ ആയുധം ചതി തന്നെയാണ്. എഫെസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ അത് പറയുന്നുണ്ട്. മേൽപ്പറഞ്ഞ വൈകൃതങ്ങൾ ഉള്ളവർക്ക് ഭവനങ്ങളിലും ദേവാലയത്തിലും ആത്മാർത്ഥതയോടും സത്യസന്ധതയോടും ആരാധിക്കാൻ സാധ്യമല്ല. 7-ാം വാക്യത്തിൽ പറയുന്ന, ഞാനോ നിന്റെ കൃപയുടെ ബഹുത്വത്തിൽ ആരാധിക്കും. നമ്മുടെ മാതാപിതാക്കന്മാർ കാണിച്ചു തന്ന ആ പരസ്പര സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും സഹായത്തിൻ്റെയും സംസ്കാരം നമ്മുടെ വ്യക്തി ജീവിതങ്ങളിലും ഭവനങ്ങളിലും സഭാജീവിതത്തിലും ഉണ്ടാകണം. ഇന്നത്തെ സുഖസൗകര്യങ്ങളിലും സാമ്പത്തിക ഭദ്രതയിലും ആർക്കും ആരെയും ആവശ്യമില്ല. ചിന്തിപ്പാൻ സമയം വൈകിയിരിക്കുന്നു. ആരാധിക്കുന്ന ദൈവത്തെ അനുസരിച്ച് ജീവിപ്പാൻ നമുക്ക് ഒരു സമർപ്പണ ജീവിതം ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ലഘു സന്ദേശം ഉപസംഹരിക്കുന്നു. ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ.